നമസ്കാരം. യൂത്ത് വ്യാജൻ വെറും ഒരു റീൽസ് മോനാണെന്നും അടിമുടി വ്യാജത്രം മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ചിലർക്ക് അങ്ങോട്ട് സഹിക്കില്ല. ഫാൻസുകാരെല്ലാം കൂടി തെറിയ അഭിഷേകം നടത്താൻ പറ്റും. പക്ഷേ യാഥാർത്ഥ്യത്തെ എല്ലാ കാലത്തും മറച്ചു വെക്കാൻ പറ്റില്ലല്ലോ. യാഥാർത്ഥ്യം ചിലർ തുറന്നു പറയും, അത് മയക്കും കെട്ടി. വേറെ ആരുമല്ല, യൂത്ത് വ്യാജന്റെ സ്വന്തം നാട്ടിലെ മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള PJ കുര്യൻ പറഞ്ഞ വാചകങ്ങൾ സമൂഹം ശ്രദ്ധിക്കേണ്ടതാണ്. റീൽസ് മോൺ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ മുഴുവൻ വ്യാജമാണെന്നും വല്ലപ്പോഴും TV കാണുന്നതല്ലാതെ സംഘടനയ്ക്ക് വേണ്ടി ഒരു ചുക്കും യൂത്ത് വ്യാജൻ ചെയ്യുന്നില്ല എന്ന് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവിന് തന്നെ തോന്നിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആ വിമർശനത്തിന് അകക്കാമ്പുണ്ടോ ഇല്ലയോ? അതിനേക്കാളപ്പുറം അദ്ദേഹം പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. ആ SFI പിള്ളേരെ പോയി കാണും. കഴിഞ്ഞ ദിവസം അവർ നടത്തിയ സമരത്തിന്റെ വൈബ്രൻസി നീയൊക്കെ കണ്ടോടാ. അതും ഭരണം ഇരിക്കുന്ന സന്ദർഭത്തിൽ അവർ നടത്തിയ സമരത്തിന്റെ ആ തീക്ഷ്ണത കണ്ടിട്ട് യൂത്ത് വ്യാജന്മാർ റീൽസിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പ്രവർത്തനങ്ങളെല്ലാം അത് ജനങ്ങൾക്കിടയിൽ ഇല്ല എന്നും സ്വന്തം മണ്ഡലത്തിൽ യൂത്ത് കോൺഗ്രസിനെ ഒന്ന് പരിശോധിച്ച് നോക്കി, എന്താണ് യൂത്ത് കോൺഗ്രസിന്റെ അവസ്ഥയെന്ന് നോക്കിയപ്പോൾ അനിക്സ്പ്രയുടെ പരസ്യത്തിലെ വാചകം പോലെ മഷിയിട്ട് നോക്കിയ ഒരു യൂത്തനെ കാണാനില്ലാത്തൊരവസ്ഥ അദ്ദേഹത്തിന്റെ തന്നെ വാർഡിലും മണ്ഡലത്തിലും ഉണ്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വ്യാജന്റെ നാട്ടിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് തന്നെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയനാട് ഫണ്ട് തട്ടിപ്പ് പോലെ തന്നെ ഊതിപ്പെരിപ്പിച്ച ഈ സംഘടനാ കഥ എങ്ങനെയാണ് പൊളിഞ്ഞു വീഴുന്നതെന്ന് ആ വാചകം ഒന്ന് കേട്ടെ. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അദ്ദേഹത്തെ ടിവിയിലൊക്കെ കാണും. എന്തുകൊണ്ട് ഓരോ മണ്ഡലത്തിലും പോയി ചെറുപ്പക്കാരെ വിളിച്ചു കൂട്ടുന്നില്ല? എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഓരോ മണ്ഡലത്തിലും പോയി, അല്ലെങ്കിൽ മണ്ഡലത്തിൽ ചെന്നാൽ യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെ ചെറുപ്പക്കാർ എന്നാൽ ഒരു മണ്ഡലത്തിൽ 25 ചെറുപ്പക്കാരെ ഉണ്ടാക്കാൻ കഴിയില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഈ ക്യാമ്പയിനിന്റെ അപ്പുറത്ത് മാർക്സിസ്റ്റ് പാർട്ടി നാം ഉദ്ദേശിക്കും എന്തെല്ലാം എതിർപ്രചരണമുണ്ടെങ്കിലും അവരുടെ സംഘടന എത്ര ശക്തമാണ്. ഇന്നലെ SFIയുടെ സമരം നിങ്ങൾ കണ്ടില്ലേ? യൂണിവേഴ്സിറ്റി ചെന്ന് അതാ അഗ്രസീവായ യൂത്തിനെ അവർ അവരുടെ കൂടെ നിർത്തുന്നു. ചിലത് കണ്ട് സഹിച്ച് നിവർത്തിയില്ലാതെ മൈക്ക് കെട്ടി പറയേണ്ടി വരും. അതാണ് PJ കുര്യൻ ചെയ്തിരിക്കുന്നത്. റീൽസിലല്ലാതെ എങ്ങും കാണാനേ ഇല്ല. ഒരിടത്ത് യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രവർത്തനവും കാണാനില്ല. ഈ അടുത്ത കാലത്ത് SFIയും DYFI ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാനും ചില നേതാക്കന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പഠന ക്യാമ്പ് എന്ന രീതിയിൽ ചില തട്ടിക്കൂട്ട് പരിപാടികൾ സംഘടിപ്പിക്കും. ആ പഠന ക്യാമ്പ് വെച്ചതോടുകൂടി ഫണ്ട് മുക്കലിന്റെ വിവരങ്ങൾ പുറത്തേക്ക് വന്നു. അത് പോരാഞ്ഞിട്ട് ഒരു പ്രവർത്തനവും നടക്കുന്നില്ല. കുറെ പെട്ടിയെടുപ്പുകാരെ അവിടെ എല്ലാം നിയോഗിച്ചതിന് ശേഷം നേരത്തെ ഇദ്ദേഹം കാസർഗോഡ് നിന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എല്ലാ മണ്ഡലങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഒരു പരിപാടി ആരംഭിച്ചിരുന്നു. പക്ഷേ എറണാകുളം പോലും എത്തുന്നതിന് മുമ്പ് ആ പരിപാടി അവസാനിച്ചത് കേരളത്തിലെ ഇദ്ദേഹത്തിന്റെ സ്പോൺസേഡ് വാർത്തകൾ മുക്കിയിരുന്നെങ്കിൽ ആ പരിപാടിയൊക്കെ വഴിയിൽ ഫ്ലോപ്പായത് എന്തുകൊണ്ടെന്നുള്ള ചോദ്യം പോലും ഉന്നയിക്കാതെ റീൽസിലൂടെയും മാധ്യമങ്ങളിലൂടെയൊക്കെ താൻ ഒരു വലിയ സംഭവമാണെന്ന് വ്യാജത്തരം കാണിക്കുന്നു എന്ന് കോൺഗ്രസ് നേതാക്കന്മാർക്ക് തന്നെ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഈ പോക്കാണെങ്കിൽ, ഈ ഷോ ആണെങ്കിൽ വരുന്ന കാലത്ത് കോൺഗ്രസിനെ സംബന്ധിക്കുന്നിടത്തോളം പെട്ടിയടിക്കാൻ പറ്റുന്ന അവസ്ഥയുണ്ടാകും. ഈ TV മാത്രം ഇരുന്ന് ജോലി ചെയ്യുന്ന, റീൽസിന് മാത്രം പണിയെടുക്കുന്ന ഒരു വ്യാജം പ്രസിഡന്റ് സ്വന്തം നാട്ടിൽ നിന്നുണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ സംഘടനയെ സംബന്ധിക്കുന്നിടത്തോളം തകർന്ന് നാമാവിശേഷമാകുന്ന അവസ്ഥയുണ്ടാകുന്നുണ്ടെന്ന് PJ കുര്യന് പറയേണ്ടി വരികയാണ്. എന്തുകൊണ്ടായിരിക്കും? അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ? ഇതേ പാതയിലൂടെ കടന്നു വന്ന വ്യക്തിയാണല്ലോ PJ കുര്യനൊക്കെ. അന്ന് റീൽസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നാട്ടുകാരുടെ ഇടയിൽ പ്രവർത്തിച്ചേ മതിയാകുള്ളൂ. ഇന്നിപ്പോ റീൽസ് ഉള്ളത് കൊണ്ട് ഞാൻ ഇവിടെയൊക്കെ ഉണ്ട്, ഞാനൊരു സൂപ്പർ താരമാണ്, സിനിമയിൽ മോഹൻലാൽ വരുന്ന രീതിയിലോ നടന്മാര് വരുന്ന പോലെ സ്ലോ മോഷനൊക്കെ ഇട്ട് ഞാനിതാ സൂപ്പർ ഹീറോ ആണെന്ന് സ്വയം ചമഞ്ഞ് നടക്കുന്ന വ്യക്തിത്വത്തിനപ്പുറം മറ്റൊന്നുമല്ല സംഘടനയെ സംബന്ധിക്കുന്നിടത്തോളം ഈ വ്യാജ ID കാർഡ് ഉണ്ടാക്കി തലപ്പത്തേക്ക് എത്തി എന്നതിനപ്പുറം കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അത് നിർജീവമാണ്. അതിൽ വേണ്ടത്ര ആൾക്കാരില്ല. കുറച്ച് ആൾക്കാരെ സ്പോൺസർ ചെയ്ത് കൊണ്ടുവന്ന് സമരം എന്നുള്ള നിലയ്ക്ക് ക്യാമറ ഫോട്ടോഷൂട്ട് നടത്തുന്നതിനപ്പുറം ഒരു സമരവുമില്ല. സംഘടനയെ സംബന്ധിക്കുന്നിടത്തോളം അതിന് വലിയ തകർച്ച നേരിട്ടു എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ വെളിവാക്കുകയാണ്. ഒന്നുമില്ലെങ്കിലും SFIയുടെ സമരത്തെ താരതമ്യം ചെയ്തുകൊണ്ട് യൂത്ത് കോൺഗ്രസിനോട് പറയുകയാണ്, സമരങ്ങളെ കണ്ടു പഠിക്കടാ, ഇതാണ് സമരങ്ങൾ. അത് ആർക്ക് തോന്നുകയാണ്? യൂത്തന്മാരുടെ സമരവും TV കാണുന്നുണ്ട്, ഒപ്പം SFIയുടെ സമരവും അവർ TV കാണുന്നുണ്ട്. രണ്ടിന്റെ വൈബ്രൻസിയെ ഒരു മുതിർന്ന നേതാവ് താരതമ്യം ചെയ്തിട്ട് അതിനെ ഉദാഹരണമാക്കി പറയുന്നുണ്ടെങ്കിൽ ഇവർ ചെയ്യുന്ന കോമാളിത്തരങ്ങളും ഇവർ ചെയ്യുന്ന ക്യാമറ സമരങ്ങളൊക്കെ നേതാക്കന്മാർക്ക് തന്നെ കണ്ടിട്ട് അങ്ങോട്ട് ദഹിക്കുന്നില്ല. ആ അഭിനയ നാടകമൊക്കെ എന്ന് പറഞ്ഞാൽ TV മുഖം കാണിക്കാൻ വേണ്ടിയുള്ള വെറും പട്ടി ഷോകളാണെന്ന് കോൺഗ്രസ് നേതാവ് തന്നെ, അതും യൂത്ത് വ്യാജന്റെ സ്വന്തം ജില്ലയിലെ ഒരു നേതാവ് തന്നെ അടയാളപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും
എത്രമാത്രം തകർച്ചയിലാണ് വ്യാജന്റെ നേതൃത്വത്തിലുള്ള സംഘടനയെന്ന് ഒരു മുതിർന്ന നേതാവ് ഈ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടിക്കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.